മോയ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? ഹായ്, ഇതുണ്ടോ ദോശമാവ്? ഒരു മിനിറ്റ് എന്തൊരു ഡിഫറൻസ്? ഹായ്, ഇതെന്തെങ്കിലും നല്ല ഇങ്ങനെ അപ്പം പോലെ ഓൾറെഡി ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഉപ്പിട്ടിട്ട് ഇളക്കുമ്പോൾ കാണുമ്പോൾ ഇത് ഏതായാലും മനസ്സിലാവാൻ ഉഴുന്നാണ് നമ്മൾ അരക്കുന്നത്. ഇപ്രാവശ്യം അതിൻ്റെ കൂടെ കുറച്ച് സാബുദാനയില്ല, സാബുദാന വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്നുകൂടി അരക്കുമ്പോൾ തന്നെ ആക്കിയോ? ഓക്കെ ഓക്കെ. എന്നിട്ട് അത് ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ ഇത് ഇഡ്ഡലിക്കാണ് ശരിക്കും. ഓക്കെ, ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ലേ? ഇഡ്ഡലിയാണ് ചൂടേണ്ടത്. നമ്മൾ ദോശ ഉണ്ടാക്കാൻ പറ്റുമോ ഇതുകൊണ്ട്? കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശയാക്കും. നാളെ പറഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ആക്കാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയ സമയത്തില്ലേ അധികം ഇളക്കിയതിൻ്റെ പത കളയായിരുന്നു. ഇങ്ങനെ തന്നെ ഇഡ്ഡലി വിട്ടാൽ നല്ല സോഫ്റ്റ്. പക്ഷെ ദോശ ആകുമ്പോൾ നമുക്കിത് മയാക്കി എടുക്കണ്ട അല്ലേ? നല്ലത് പരത്താക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇഡ്ഡലി ആക്കിയാലോ ഒന്നും വിചാരിക്കാം. ഇഡ്ഡലി ആക്കാം. ഇനി കളറിനും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിടുമ്പോൾ കുറച്ച് സാബുദാനയും കൂടി വേറൊരു പാത്രത്തിൽ കുതിർത്തിട്ട് 5-6 മണിക്കൂർ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ അരക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായെന്ന് ഒരു ടിപ്സ് ഇതിൽ കണ്ടു യൂട്യൂബിൽ. ഓക്കെ, ഞാനും ചെയ്ത് നോക്കി, ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അവിൽ പിന്നെ കുറേ നേരം മുമ്പേ കുതിർത്ത് വെക്കണ്ട, കുറച്ച് നേരം മുമ്പ് കുതിർത്തിട്ട് അതിൻ്റെ കൂടെ അരച്ചാൽ നമ്മൾ ഈ ചോറൊക്കെ ചേർക്കില്ലേ അതിന് പകരം സോഫ്റ്റ് ടിപ്സ്. ചോറ് നീ ചേർത്തിട്ടില്ല ഇപ്രാവശ്യം? ചേർത്തില്ല. ഓക്കെ ഓക്കെ. ചോറില്ല വെച്ചോ, ചോറ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് ചുട്ട് കഴിഞ്ഞതിന് ശേഷം നോക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ.